First of all, good morning and happy new year to all my dears. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിൽ ഹിയർ ഇൻ മലേഷ്യയിലാണ്. സെക്കൻഡ് നൈറ്റാണ് നമുക്ക് ഹിയർ ടു ട്രിവാൻഡ്രം നമ്മുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു ഇവിടെ അടുത്തൊരു സ്പേസ് ആൻഡ് ടൈം സൂ ഉണ്ട്, നമുക്കൊന്ന് പോയാലോ എന്ന്. ആദ്യം ഞാനൊന്ന് മടിച്ചു, സൂവോ, ഞാനില്ല എന്നൊക്കെ കരുതി. പിന്നെ നോക്കി ഇതെന്താ അപ്പോൾ ഒരു മാളിനകത്താണോ സൂ, അങ്ങനെ കരുതി വന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്പേസ് ടൈമാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് ട്രിവാൻഡ്രത്ത് ഒരു പ്ലാനറ്റോറിയം ഉണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും. അവിടെ ഇത്രയൊന്നുമില്ല, പക്ഷെ ചെറിയൊരു തോതിൽ നമ്മുടെ സ്പേസിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും അറിവുകൾ കിട്ടാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു സംഭവമാണിത്. ഇത് നമുക്ക് മാത്രമല്ല, വലിയവർക്ക് മാത്രമല്ല, കുട്ടികൾക്കും ഇവിടെ ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റി. ആൻഡ് സെക്കൻഡ് ഓഫ് ഓൾ, ഇതിനകത്ത് കയറിയപ്പോൾ ടൈം പോയത് അറിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഒരു 5:30 ഇവിടെ വന്നു. ഞാൻ എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 8 മണിയായപ്പോഴാണ് നോക്കിയത്, ദൈവം 8 മണിയായോ, അങ്ങനെ നല്ല വൃത്തിക്ക് ടൈം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഗ്ലാസ്സിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഡെക്കറേഷൻസ്, ലൈറ്റ്സ് ആൻഡ് വാൾസ്, ഏത് ദിശയിൽ നോക്കിയാലും അടുത്തുള്ളവരെയൊക്കെ എല്ലാ വിധത്തിലും 10-12 കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടോ, ഞാൻ ഇതിനകത്ത് കിടന്ന് കുറച്ച് നേരം ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചു കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ, കാരണം ഷോർട്സ് ആയതുകൊണ്ട് ഒരുപാടൊന്നും ആഡ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തു. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മലേഷ്യയിൽ ക്വാലാലംപൂർ വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുക, എന്തായാലും മിസ് ചെയ്യരുത്. കാരണം നമുക്ക് മിസ് ചെയ്യാൻ പറ്റിയ അളവിനുള്ളതല്ല ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഇവിടെ ഡ്രോയിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് ഡ്രോയിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വേണ്ട, ജസ്റ്റ് ആകെ കുറച്ച് ടയർഡും കാര്യങ്ങളുണ്ട് ഒരേ സ്ഥലത്ത് തന്നെ നിന്നിട്ട്. അതിനുശേഷം കുറച്ച് നേരം VR-നകത്തോട്ട് കയറാൻ വേണ്ടി നിന്ന് ക്യൂ ആണ്. കണ്ണിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇട്ട് കയറുന്നത്. എൻ്റെ മോനെ ഇത് നേരെ നമ്മൾ ഈജിപ്തിലേക്കാണ് എത്തിച്ചത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ലൈഫിലെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. എല്ലാം കഴിഞ്ഞു, ഹാപ്പിയായി ഫുഡ് കഴിച്ച് റൂമിലേക്ക് പോകാമല്ലോ എന്ന് കരുതി അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ കയറി കഴിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല മന്തിയൊക്കെയാണ് നൈറ്റ് വ്യൂയിങ് ചെയ്ത്. 10-10:30 ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ നാളെ വരാം. ബൈ ബൈ.